ഷാരോൺ കേസിൽ വിധിക്ക് പിന്നാലെ പ്രതികരിച്ച് ഷാരോണിന്റെ കുടുംബം. വിധിയിൽ തൃപ്തിയെന്ന് ഷാരോണിന്റെ മാതാപിതാക്കൾ പറഞ്ഞു. വിധി പ്രോസിക്യൂഷന്റെ വിജയമെന്ന് VS വിനീത് കുമാർ പ്രതികരിച്ചു. വധശിക്ഷ പ്രതീക്ഷിച്ചതാണെന്ന ഡിവൈഎസ്പി ജോൺസണും പോലീസിന്റെ കണ്ടെത്തലുകൾ കോടതി അംഗീകരിച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. മാതൃകാപരമായ ഒരു ശിക്ഷാവിധിയാണ് ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നടത്തി തന്നു. എന്റെ പൊന്നുമോന്റെ നിഷ്കളങ്കനായ എന്റെ പൊന്നുമോന്റെ നിലവിളിയാണ്. ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203 അതായത് പോലീസിനെ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ആ പ്രതിയെ എതിർകക്ഷി അതായത് കുട്ടിയെ അതിൻ്റെ പ്രതിയായി പറയുന്ന കുട്ടി അയാൾ തൻ്റെ മൊബൈലിൽ തനിക്കെതിരെയുള്ള എല്ലാ എവിഡൻസും സ്റ്റോർ ചെയ്തിരുന്നു. അത് നമുക്ക് റിട്രീവ് ചെയ്തെടുത്ത് കോടതി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. ഈ വിഷം അയാളുടെ ശരീരത്തിലേക്ക് എത്തി എന്നും അതിലുണ്ടായ ഇമ്പാക്റ്റാണ് ഇതിനകത്ത് ബോഡി ഉണ്ടായെന്നും നമ്മുടെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും വ്യക്തമായി കോടതിയിൽ എവിഡൻസ് കൊടുത്തു. അത് തന്നെയാണ് ഇതിനകത്ത് നിർണായകമായത്. കാരണം ഇങ്ങനൊരു എവിഡൻസ് അദ്ദേഹത്തിൻ്റെ ആ കുട്ടി ആ പയ്യൻ്റെ ശരീരത്തിൽ കടന്നുപോയെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ 14 ദിവസം വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം മരണത്തിൽ മരിച്ചതും. ഇപ്പോൾ ഗ്രീഷ്മ കേസിൽ വധശിക്ഷ വന്നു. ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ഈ കേസ് രജിസ്റ്റർ ആയ സമയത്തിൽ നമ്മൾ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ സർ, IG പ്രകാശ് സർ, DIG നിശാന്തിനി മാഡം, ഞാനും പിന്നെ നമ്മളെ DSPമാർ അഡീഷണൽ SP സുൽഫിക്കർ, DSP ജോൺസൺ, റാഷിദ്, പിന്നെ മൊത്ത ടീമിൽ അന്നത്തെ ദിവസം നമ്മൾ SIT ഫോം ചെയ്ത സമയത്തിലുണ്ട് എല്ലാ ആൾക്കാരും ചെയ്ത ഒരു സിൻസിയർ ഫോളോപ്പും പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് ഞാൻ പറയാൻ പറ്റും. ഈ ഒരു വേർഡിക്റ്റ് വന്നത്